E20 കലർന്ന പെട്രോൾ, എഥനോൾ കലർന്ന പെട്രോൾ നിങ്ങളുടെ വാഹനത്തിൽ ഒഴിച്ചാൽ അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മനുഷ്യരുടെ കാറുകൾ മാത്രം കേടാക്കുകയും അല്ലാത്തവരുടെ വാഹനങ്ങൾക്ക് എക്സ്ട്രാ മൈലേജ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പെട്രോളിലേക്ക് ഒരു പൊട്ടൻഷ്യൽ അഡൾട്രൻ്റായി ഒരു കലർപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എഥനോൾ. അതായത് പെട്രോളിനേക്കാൾ വില കുറഞ്ഞ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് 20% പെട്രോളിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു അഡൾട്രൻ്റ് അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഒന്നുമില്ലെങ്കിൽ പെട്രോളിനൊരു വിലക്കുറവെങ്കിലും നിങ്ങൾക്ക് കിട്ടണ്ടേ? നിങ്ങളുടെ എഞ്ചിൻ അവിടെ മാറ്റി നിർത്തൂ, ആ വിലക്കുറവ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആ 20% പെട്രോളും മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മേലേക്ക് തന്നെ വരുന്നുണ്ട്. സമാനമായ ഇന്ധനം ലോകത്ത് എവിടെയെങ്കിലും പ്രയോഗത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ അത് അവിടുത്തെ എഞ്ചിനുകളെ ബാധിച്ചിട്ടുണ്ടോ? അവിടുത്തെ കമ്പഷൻ സിസ്റ്റത്തെ ബാധിച്ചിട്ടുണ്ടോ? കാറിന്റെ കാർബറേറ്ററുകളെ ബാധിക്കുന്നുണ്ടോ? ഏത് തരത്തിലാണ് ആ ഇന്ധനം പ്രവർത്തിക്കുന്നത്? ഇനി ലോകത്ത് എവിടെയെങ്കിലും ഇത് പരീക്ഷണം നടത്തി പരാജയപ്പെട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഒരു ചെറിയ നമ്പർ ഓഫ് വാഹനങ്ങളിലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ഒരു പരീക്ഷണം നടത്തി നോക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മനുഷ്യരുടെ വാഹനങ്ങളിലേക്ക് നേരിട്ട് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതിയിൽ സർക്കാർ തന്നെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അനുസരിച്ച് ഇത് വാഹനങ്ങളിൽ എന്തു കേടുപാടാണ് വരുത്തുക എന്നതിന് ശാസ്ത്രീയമായി പിന്തുണയ്ക്കുന്ന യാതൊരു ഡോക്യുമെന്റും സർക്കാരിന്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ നയരൂപീകരണം നടന്നത്? അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടതായിട്ട് വരിക. അതായത് രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ജനങ്ങൾക്ക് ആർക്കും ഗുണമില്ലാത്ത എന്നാൽ പൊട്ടൻഷ്യലി വലിയ ദോഷമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം ആരോ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സർക്കാർ എന്തിനായിരിക്കണം ചെയ്യുന്നത്? ജനക്ഷേമം മുൻനിർത്തി, രാജ്യ താല്പര്യം മുൻനിർത്തി. ഇത് രണ്ടും അല്ല മുൻനിർത്തിയിരിക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. ഇന്നിപ്പം നടക്കുന്ന ഒരു സമരം, വളരെ രസകരമായ ഒരു സമരം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് വർക്ക്ഷോപ്പ് ഉടമകളും സർവീസ് സെന്റർ ഉടമകളുടെ അസോസിയേഷൻ കേരളത്തിൽ പ്രത്യക്ഷ സമരം തുടങ്ങാൻ പോവാണ്. കാരണം അവർ ഈ എഥനോൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ നന്നാക്കിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് വീണ്ടും കേടുബാധിച്ച് ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ തങ്ങൾ ഈ ഇന്ധനം ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായതെന്ന് അംഗീകരിക്കുന്നതിന് പകരം വർക്ക്ഷോപ്പിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന മെക്കാനിക്കുകളുടെ കഴിവിനെയും പ്രാപ്തിനെയും അവർ ചെയ്തിരിക്കുന്ന ജോലിയുടെ സത്യസന്ധതയും ആളുകൾ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, ഒരു സ്ഥലത്ത് സർക്കാർ ചെയ്യുന്ന ഒരു കുഴപ്പം എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് നോക്കുക. ഈ പ്രത്യാഘാതങ്ങൾക്കെല്ലാം മേലെ എന്ത് താല്പര്യമാണ് ഒരു സർക്കാരിനെ നയിക്കേണ്ടത്? അങ്ങനെ നയിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ?